വേനൽ മഴ കിട്ടിയതുകൊണ്ട് തന്നെ കാടൊക്കെ നല്ല പച്ചപ്പിലാണ് നിൽക്കുന്നത്. ഈ ഒരു റൂട്ട് കാണുമ്പോൾ തന്നെ ഒട്ടുമിക്ക യാത്രാപ്രേമികൾക്ക് മനസ്സിലാകും ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടേക്കാണെന്നുള്ളത്. റോഡിന് പറ്റയായിട്ടാണ് കേട്ടോ ആന നിൽക്കുന്നത്. ഒരു തിട്ടയ്ക്ക് മുകളിലാണ്, അതുകൊണ്ട് കുറച്ച് സേഫാണെന്ന് പറയാം. എന്നാൽ പോലും ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട് ആന കാണാനായിട്ട്. നല്ലൊരു ബ്ലോക്ക് തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സോ പുറകിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ഹോൺ അടിക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പ് കിട്ടിയൊരു കാഴ്ചയാണിത്. പ്ലാന്റേഷനിൽ നിന്നും ആന റോഡ് ക്രോസ് ചെയ്ത് പോവുകയാണ്. അതൊരു ആനത്താരിയാണ് കേട്ടോ. നമുക്കവിടെ ആന കയറിപ്പോയതിൻ്റെ ഒക്കെ പാട് കാണാം. സെയിം റൂട്ടിലൂടെയാണ് ഇതാ പുള്ളിക്കാരിയും കയറി പോകുന്നത്. വണ്ടി കണ്ടപ്പോൾ പുള്ളിക്കാരി ചെറുതായിട്ടൊന്ന് പേടിച്ചെന്ന് തോന്നുന്നു. തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കണേൽ വാൽപ്പാറയിലേക്ക് തന്നെ വരണം. മറ്റൊരിടത്ത് നമുക്ക് ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. ഹലോ ഫ്രണ്ട്സ്, വാണ്ടർല സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വേനൽ മഴ കിട്ടിയതുകൊണ്ട് തന്നെ കാടൊക്കെ നല്ല പച്ചപ്പിലാണ് നിൽക്കുന്നത്. ഈ ഒരു റൂട്ട് കാണുമ്പോൾ തന്നെ ഒട്ടുമിക്ക യാത്രാപ്രേമികൾക്ക് മനസ്സിലാകും ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടേക്കാണെന്നുള്ളത്. മലക്കപ്പാറയിലൂടെ വാൽപ്പാറയിലേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ യാത്ര പോകുന്നത്. ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പ് കിട്ടിയൊരു കാഴ്ചയാണിത്. പ്ലാന്റേഷനിൽ നിന്നും ആന റോഡ് ക്രോസ് ചെയ്ത് പോവുകയാണ്. അതൊരു ആനത്താരിയാണ് കേട്ടോ. നമുക്കവിടെ ആന കയറിപ്പോയതിൻ്റെ ഒക്കെ പാട് കാണാം. സെയിം റൂട്ടിലൂടെയാണ് ഇതാ പുള്ളിക്കാരിയും കയറി പോകുന്നത്. വണ്ടി കണ്ടപ്പോൾ പുള്ളിക്കാരി ചെറുതായിട്ടൊന്ന് പേടിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ വളരെ വെപ്രാളപ്പെട്ടാണ് ആൾ മതിൽ കയറി അല്ലെങ്കിൽ ആ മൺതിട്ട കയറി പോകാൻ ശ്രമിക്കുന്നത്. ചെറിയൊരു ഭാഗം മാത്രമാണ് അവർ ഇടിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ ആൾ കയറിപ്പോകാൻ നോക്കുന്നത്. കണ്ടോ, എന്താണേലും കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ആൾ പതിയെ എന്താ മേളിലേക്ക് കയറി കേട്ടോ. മേളിലേക്ക് കയറിയപ്പോൾ ആൾക്കൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ആളുടെ ആ മൂവ്മെൻറ്റ് വളരെ സ്ലോലി ആയി. രാവിലെ തന്നെ ചെക്ക് പോസ്റ്റിൽ നല്ല തിരക്കാണ്. ക്യൂവിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ പാസ്സൊക്കെ മേടിച്ച് നേരെ കാടിനുള്ളിലേക്ക് പോവുകയാണ്. നമുക്ക് മുമ്പ് 1-2 വണ്ടികൾ കയറി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈറ്റിങ്സ് എന്തെങ്കിലും കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പൊന്നുമില്ല. കാടൊക്കെ ആസ്വദിച്ച് നേരെ വാൽപ്പാറയ്ക്ക് പോകാം. ആനക്കൂട്ടം രാവിലെ തന്നെ റോഡിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒരാളെ മാത്രം നമുക്ക് തൊട്ട് മുകളിലായിട്ട് കാണാവേ. ആൾ അവിടെ നിന്ന് ഈറ്റയൊക്കെ പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡിന് പറ്റയായിട്ടാണ് കേട്ടോ ആന നിൽക്കുന്നത്. ഒരു തിട്ടയ്ക്ക് മുകളിലാണ്, അതുകൊണ്ട് കുറച്ച് സേഫാണെന്ന് പറയാം. എന്നാൽ പോലും ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട് ആന കാണാനായിട്ട്. നല്ലൊരു ബ്ലോക്ക് തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സോ പുറകിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ഹോൺ അടിക്കുന്നുണ്ട്. എന്താണേലും നമ്മളിത് രണ്ടാമത്തെ ആനയാണ് കേട്ടോ ഇന്നിപ്പോൾ കാണുന്നത്. രണ്ടും നമ്മൾ കണ്ടത് പിടിയാനയാണ്. ആളുകൾ ബൈക്കിന് നല്ല രീതിയിൽ ഹോൺ അടിക്കുന്നുണ്ട്. ഫ്രണ്ടിലത്തെ വണ്ടികൾ മൂവാകാതെ നമുക്ക് മൂവാകാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, നല്ലൊരു സീനായിരുന്നു. ഒരുപാട് വണ്ടികൾ വന്നതും ഓൺ അടിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ആന പെട്ടെന്ന് ഡിസ്റ്റർബ്ഡായി. സോ നമ്മൾ അധികം സമയം അവിടെ നിന്നില്ല, നേരെ ഇങ്ങ് പോകുന്നേ. കാട് കാണാൻ എന്നാ ഭംഗിയല്ലേ, നല്ല പച്ചപ്പിൽ നിൽക്കുന്നു. ഇതുപോലുള്ള റൂട്ടിൽ കൂടെ സഞ്ചരിക്കാൻ പ്രത്യേക ഒരു രസമാണ്. ഒപ്പം ഇതുപോലെ സൈറ്റിങ്ങും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ചെറിയൊരു മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. എന്ത് രസമുള്ളൊരു കാഴ്ച അല്ലേ. ഒരു പരുന്ത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ.
കുറേ നേരമായി പുള്ളി ഇങ്ങനെ അനങ്ങാതിരിക്കുവാണ്. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. കാരണം വലിയൊരു വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ആളിരിക്കുന്നത്. വാൽപ്പാറ യാത്രകളിൽ വളരെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നമുക്കിതാ ഇതുപോലെ വേഴാമ്പലുകളെ കാണാൻ സാധിക്കും. സാധാരണ വേഴാമ്പലുകൾ ഇണയുമായിട്ടാണ് നടക്കാറുള്ളത്. പക്ഷേ ഇത് അമ്മയും കുഞ്ഞുമാണ്. വേഴാമ്പലുകളെ കാണുവാനും അവരുടെ വിഷ്വൽ എടുക്കാനും ഒക്കെ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം വേഴാമ്പലുകളുടെ ലൈഫിനെ കുറിച്ച്. ലൈഫിലൊരു ഇണ മാത്രമേ ഇവർക്ക് ഉണ്ടാവാറുള്ളൂ. ഇന നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ലൈഫിൽ മറ്റൊരു ഇണ ഉണ്ടാവാറില്ല. അമ്മക്കിളി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പഴങ്ങൾ പറിച്ചെടുത്ത് കുഞ്ഞിന് കൊടുക്കുകയാണ്. ഇവർ പഴവർഗ്ഗങ്ങൾ മാത്രമല്ല കഴിക്കുന്നത്. കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ഇവർ ക്രൂരന്മാരാണ്. കാരണം ഇവർ മറ്റ് പക്ഷികളുടെ കുഞ്ഞുങ്ങളെ ഭക്ഷണമാക്കാറുണ്ട് കേട്ടോ. വളരെ കുഞ്ഞുങ്ങളെ ഇവർ കൂട്ടിൽ നിന്നും എടുത്തുകൊണ്ട് പോയിട്ട് തൻ്റെ ഇണയ്ക്കും കുട്ടിക്കും ഒക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പാമ്പിനെയും ഓന്തുകളെയൊക്കെ ഇവർ ഭക്ഷണമാക്കാറുണ്ട് കേട്ടോ. അത് കാടിൻ്റെ നിയമമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനത് ക്രൂരതയാണ്. എന്താണേലും ഇവരെ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ പറ്റിയതാ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പറിച്ചെടുത്ത പഴം കുഞ്ഞിന് കൊണ്ട് കൊടുത്തേ. രണ്ട് മ്ലാവുകൾ നിൽക്കുന്നുണ്ട്. ഒരു മലയുടെ തുഞ്ചത്താണ്. ഇത് രസമുണ്ടല്ലോ ഇങ്ങനെ കാണാനായിട്ട്. ഇനി നമുക്ക് അടുത്ത് കാണാൻ നല്ല ദൂരത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. ഈ ഒരു മലയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ എല്ലാ തവണയും കിട്ടാറുണ്ട്. കാട്ടുപോത്തോ ആനയോ മ്ലാവോ അങ്ങനെ. ഇവർ ഇണകളാണ് കേട്ടോ. ബാക്കി ഒരു മെയിലും ഫീമെയിലുമാണ് നിൽക്കുന്നത്. നല്ലൊരു ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ അവർ ചെറുതായിട്ടൊന്ന് ഇണ ചേരാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നത്. അതെ അതെ അതെ. എന്താണെങ്കിലും നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. നേരെ നമുക്ക് വാൽപ്പാറയിലേക്ക് പോകാവേ. തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കണേൽ വാൽപ്പാറയിലേക്ക് തന്നെ വരണം. മറ്റൊരിടത്ത് നമുക്ക് ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ക്ലൈമറ്റും ലാൻഡ്സ്കേപ്പും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇവിടം 7ാം സ്വർഗം എന്നറിയപ്പെടുന്നത്. നോക്കിയൊരു ചെങ്കീരി ഇരിക്കുന്നതുണ്ടോ. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിന് സൈഡിലാണ് കേട്ടോ ഇരിക്കുന്നത്. കുറച്ച് ദൂരത്തിലാണ്. നമുക്ക് അടുത്തേക്ക് പോയി എടുക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ അടുത്തേക്ക് പോയാലും പുള്ളി ഓടിപ്പോവേ. ആ ഇരിപ്പ് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. കീരി വംശത്തിലെ ഏറ്റവും വലിയ കീരികളാണ് റെഡ് മംഗൂസ്. തൊട്ടടുത്തായിട്ടൊരു പൊന്മാനും കൂടെ ഉണ്ട്. വെള്ളത്തിൻ്റെ ഒഴുക്കുള്ളത് കാരണം മീൻ പിടിക്കാൻ വല്ലതുമായിട്ട് ഇരിക്കുന്നതായിരിക്കും. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ല ലൈറ്റിൽ നല്ല ഭംഗിയിലിരിക്കുന്നല്ലേ. വാൽപ്പാറയിലെ സ്ഥിരം കാഴ്ചയിലേക്കാണ് കേട്ടോ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത്. കാട്ടുപോത്തുകൾ റോഡ് ക്രോസ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ സൈഡിലേക്ക് ഒതുക്കി ഒരു കൂസലുമില്ല അല്ലെങ്കിൽ പേടിയുമില്ലാതെ കാട്ടുപോത്തുകൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടോ. ഇതിവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. ഇത് മാത്രമല്ല, തേയിലത്തോട്ടങ്ങളിൽ ഒരു സ്ഥലത്ത് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റൊരു സ്ഥലത്ത് ഇവർ മേഞ്ഞ് നടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു റൂട്ടിൽ കാണാൻ പറ്റുമേ. കുറേ എണ്ണം തേയിലത്തോട്ടത്തിൽ തന്നെ നിന്ന് മേയുവാണ് കേട്ടോ. ഇവർ തേയിലയൊന്നും കടിച്ച് കഴിക്കത്തില്ല. അതിനിടയ്ക്ക് വളരുന്ന പുല്ലൊക്കെയാണ് കഴിക്കുന്നത്. കാരണം തേയിലകൾക്കൊന്നും നാശമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. എന്താണ്ടേ വീണ്ടും തേയിലത്തോട്ടത്തിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് കാട്ടുപോത്ത് കയറി വരുന്നുണ്ടേ. എന്ന കാഴ്ചയല്ലേ.
വണ്ടികളെല്ലാം ഒതുക്കി നിർത്തിയേക്കാണ്. താണ്ട് ഒരു കുട്ടി അതിൻ്റെ കൂട്ടത്തിൽ ഓടിപ്പോയി. അജാനുഭാവമായിട്ടുള്ളൊരു ഫീമെയിൽ കാട്ടുപോത്തെ റോഡിനോട് ചേർന്ന് നിന്ന് മെയ്യുവാണ്. അപ്പോൾ ബാക്കി കാട്ടുപോത്തൊക്കെ നേരെ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി കേട്ടോ. ബാക്കി കുറച്ചെണ്ണതാ ഈ ഒരു ഭാഗത്ത് അങ്ങനെ നിൽപ്പുണ്ട്. ഇദ്ദേഹം റോഡിനോട് ചേർന്നാണ് കേട്ടോ നിൽക്കുന്നത്. ഇവർക്ക് സ്ഥിരം വണ്ടിയും ആൾക്കാരെയൊക്കെ കണ്ട് പേടിയൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾക്കും അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ആനകളെപ്പോലെ തന്നെ അപകടകാരികളാണ്. എടുത്തലക്കും കേട്ടോ ഇവർ. നമ്മുടെ വണ്ടിയോട് ചേർന്ന് വന്ന് നിന്നിട്ടാണ് കേട്ടോ മെയ്യുന്നത്. ബൈക്ക് ചവിട്ടിയതുണ്ടായിരുന്നു, ആർക്കും കിട്ടിയില്ല. ആള് നിൽക്കുന്നുണ്ടോ? ഇവിടെ ഒരു കാട്ടുപോത്തെ ആൾക്കാർ ഓടിയത്, അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു മെയിലാണ് പോണേ. ആൾക്കാരിറങ്ങി ഓടി കേട്ടോ. ആൾക്കാർ ഓടിച്ചോ? ആൾക്കാർ ജീവനം കൊണ്ട് ഓടി. അവരെന്ത് ഒരാളോടെ പണ്ട് കുറേ ചേച്ചിമാർക്കുണ്ടായിരുന്നു, അവരവിടെ പോയി കണ്ടില്ല. ഇനി ഇറങ്ങിപ്പോയോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? താഴെ കണ്ടില്ല, തേയിലത്തോട്ടത്തിൽ പണിതുകൊണ്ടിരുന്ന ആൾക്കാരെ ഒരു ഒറ്റയാൻ കാട്ടുപോത്ത് ഓടിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇതിവിടുത്തെ സ്ഥിരം കാഴ്ചയാണെന്ന്. ഇപ്പം നമ്മൾ കണ്ട ചേച്ചിമാർ താഴെ പണിയുന്നു, മുകളിൽ കാട്ടുപോത്തിൻ്റെ കൂട്ടം നിന്ന് മേയുന്നതാണ് കേട്ടോ കാണുന്നത്. ഇവരുടെ അടുത്തേക്കാണെന്ന് തോന്നുന്നു ആ ഒറ്റയാൻ കാട്ടുപോത്ത് പോയത്. എന്താണേലും ഭാഗ്യമുണ്ട് കേട്ടോ, അവരിതിനെ കണ്ടുടനെ അവിടെ നിന്ന് ഓടി മാറി. എന്നാ സൈസല്ലേ! ഇതിൻ്റെ മുമ്പിലെങ്ങാനും വെട്ടാനുള്ള അവസ്ഥ. എന്താണേലും ചേച്ചിമാർ പെട്ടെന്ന് ഓടി. അവരുടെ വാച്ചറാന്ന് തോന്നുന്നു കേട്ടോ. പുള്ളി കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ച് അവിടെ നിന്നത്. പക്ഷേ മണ്ടത്തരമാണ്, ഇവരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളിതാ വാൽപ്പാറയിലേക്ക് എത്തിയപ്പോഴത്തേന് സിറ്റിക്ക് താഴെയായിട്ട് ഒരു വലിയ ഗ്രൗണ്ടുണ്ട്. അവിടെ ഫുട്ബോൾ കളി നടക്കുന്നുണ്ട് കേട്ടോ. എന്തോ വലിയ ടൂർണമെൻറ്റാണെന്ന് തോന്നുന്നു. ഒരുപാട് നാളായി കേട്ടോ ഫുട്ബോൾ കളി നേരിട്ട് കണ്ടിട്ട്. ഇപ്പോൾ കുറച്ച് നേരം ഇവിടെ കളിയൊക്കെ കണ്ടിട്ട് ബാക്കി യാത്ര തുടരാമെന്ന് തീരുമാനിച്ചേ. ഭയങ്കര ഇഷ്ടമാണ്. ഗോളി ആ ലൈൻ അങ്ങനെ പണി പാടൂല്ലേ? ലൈനിന് വെളിയിലിറങ്ങി പിടിച്ചു കഴിഞ്ഞാൽ നേരെ റെഡ് കാർഡും കിട്ടും. അങ്ങനെ കുറച്ച് നേരം കളിയൊക്കെ കണ്ടു നിന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് തലനാറിലേക്കാണ് കേട്ടോ. ദാ ഈ കാണുന്നൊരു വിഷ്വൽ വാൽപ്പാറ നമ്മൾ എപ്പോൾ സെർച്ച് ചെയ്താലും കാണുന്നൊരു കാര്യമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ ഫോട്ടോസുണ്ട്. അപ്പം കുറേ ലയങ്ങളും തേയിലത്തോട്ടങ്ങളും അങ്ങനെയുള്ള കാഴ്ചകളാണ് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് കാണാനുള്ളത്. കുറേ എസ്റ്റേറ്റുകളാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് കാട്ടുപോത്തുകളെയും ആനകളെയും പുലിയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ, ഭാഗ്യമുണ്ടെങ്കിൽ. എന്താണെങ്കിലും ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ പേയ്മെൻറ്റ് അടച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാനായിട്ട്. ഇനി നമുക്ക് സ്റ്റേ ഉണ്ടെങ്കിൽ ഇവർ നമ്മളെ കയറ്റി വിടും കേട്ടോ, എന്നാലും പേയ്മെൻറ്റ് അടയ്ക്കണം. അതല്ല എങ്കിൽ വെറുതെ പോകാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഇവർ കയറ്റി വിടാറില്ല. എത്ര രൂപ മൊത്തം അടയ്ക്കുന്നത്? 500. വണ്ടിക്ക് 100, ആൾക്ക് 100. വാഹനത്തിനകത്തിരുന്ന് വെറുതെ കാഴ്ചകൾ കണ്ട് പോരുമല്ല കേട്ടോ. നമ്മൾ തേയിലത്തോട്ടത്തിനകത്ത് ഇറങ്ങി നിന്നും കുറേയധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തും ഫോട്ടോ എടുത്തുമൊക്കെയാണ് കേട്ടോ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്താണേലും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചകളും ക്ലൈമറ്റും ഒക്കെയാണ് നമുക്ക് ഇന്നിവിടെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ തേയിലത്തോട്ടങ്ങളൊക്കെ മാറി നേരെ തലനാറിൻ്റെ കാപ്പി എസ്റ്റേറ്റിലേക്കാണ് കേട്ടോ നമ്മളിപ്പം കടന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ടേക്ക് വളരെ ഇടുങ്ങിയ വഴിയാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് വണ്ടിക്ക് ഗ്യാപ്പ് അല്ലെങ്കിൽ സൈഡ് കൊടുക്കാനായിട്ടുള്ള സ്ഥലം ഉണ്ടാവുകയുള്ളൂ. സോ നമുക്ക് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ കുറേയധികം സമയം നമ്മൾ ബൈക്കിലേക്കൊക്കെ പോരേണ്ടി വരുവേ. അങ്ങനെ നമ്മൾ ഫൈനലി റോഡ് എൻഡിലെത്തി കേട്ടോ. തലനാർ എസ്റ്റേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, കംപ്ലീറ്റ് ഫെൻസിങ് ആണ്. അതായത് ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ട്, അല്ലാതെ നോർമലി ഇടുന്ന ഫെൻസിങ് ഉണ്ടെന്നുണ്ടോ, എല്ലാം ഫെൻസിങ് ആണ്. കാര്യം അതുപോലെ ആനിമൽ പ്രസൻസ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ അതാ ഇവിടെ ഒരു ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്. ഓൾറെഡി നമ്മൾ നേരത്തെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ ഇങ്ങനൊരു കടയൊക്കെ ഉണ്ടെന്നുള്ളത്. ചെറിയൊരു അധികം ബിൽഡിംഗ് ഒന്നും ഇല്ല കേട്ടോ,
കാരണം അത് കംപ്ലീറ്റ് എസ്റ്റേറ്റ് ആണ്. ഇപ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു ചായക്കടയാണ്. എപ്പോഴേലും ഒക്കെ നമ്മൾ സിറ്റി ലൈഫൊക്കെ വിട്ടിട്ട്, ഞാൻ സിറ്റിയിലൊന്നുമല്ല കേട്ടോ താമസിക്കുന്നത്, എന്നാൽ കൂടി ജസ്റ്റ് പറയണം, നമ്മുടെ ബിസി ആയിട്ടുള്ള ആ ഒരു ലൈഫൊക്കെ മാറിയിട്ട് ഇതുപോലെ റേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് എത്തുക, ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യുക, അത് നമുക്ക് കുറേയധികം മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പെരിയ പോവാണ്. ചായക്കട തുറന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ, ഇതൊന്ന് അടച്ചിട്ടേക്കാണ്. ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും തുറക്കേണ്ടതാണ്. കാര്യം ഒരു 4 മണി 5 മണിയോടെയൊക്കെ തൊഴിലാളികൾ വരും. ആ സമയത്ത് എന്താണെങ്കിലും ഇത് ഓപ്പൺ ആയിരിക്കും. അതെ, ചായക്കട തുറന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചെറിയ ചായക്കട. ഇപ്പോൾ നമ്മൾ മൊത്തം 5 പേരാണ് വന്നിരിക്കുന്നത്. നോർമലി നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും വരുന്ന ഉണ്ണിയുണ്ട്, പിന്നെ ബീൻചേട്ടനുണ്ട്, അതുപോലെ തന്നെ എൻ്റെ പുതിയ ഫ്രണ്ടാണ് ജോളിച്ചേട്ടൻ. പുതിയ ഫ്രണ്ട് ഓക്കെ. പിന്നെ അരുൺചേട്ടാ, ഇത് അരുൺചേട്ടൻ. ഇപ്പോൾ നമ്മളിങ്ങനെ മൊത്തം 5 പേരാണ് കേട്ടോ വന്നിരിക്കുന്നത്. രസമാണ് ഇങ്ങനെ നമുക്ക് ഒരേ വൈബുള്ള ആൾക്കാരൊക്കെ ആയിട്ട് യാത്ര ചെയ്യാനായിട്ട്. കേട്ടോ ഇവിടെ കുഞ്ഞ് കുറേ ലയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ നമുക്കുള്ള കട്ടൻ ചായ എടുത്തോളേ. ഒരു കുഞ്ഞു ചായക്കട. കഴിഞ്ഞ തവണ വന്ന ആ ഒരു പരിചയമുള്ളതുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് ഒരു കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നേ, ഞങ്ങളെ കണ്ടപ്പോഴത്തേന് പെരിയ അകത്തേക്ക് പോയി. ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ട്. ഇതൊക്കെ കാര്യമായിട്ടുള്ള കളികളാണ് കേട്ടോ. എടാ നമ്മൾ പുറത്തിറങ്ങി ചായ കുടിക്കണം കേട്ടോ. ഇവിടെ എല്ലാം കംപ്ലീറ്റ് ഫെൻസിങ് ആണ്, കാരണം ഏത് സമയത്തും ആനിമൽസ് വരാം. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ റിട്ടേൺ പോവുകയാണ്. ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്തിട്ടായിരുന്നു വന്നത്, AGV ശിവനിവാസ് തലനാർ. ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് നൈറ്റ് സഫാരിയൊക്കെ അവർ ഓഫർ ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ടുപോയൊന്നുമില്ല. അപ്പോൾ ഈ തവണ ഞങ്ങൾ ബുക്ക് ചെയ്ത സമയത്ത് അവരോടത് പ്രത്യേകം പറഞ്ഞിരുന്നു, നൈറ്റ് സഫാരി വേണം, അവരത് കൊണ്ടുപോകാമെന്നെല്ലാം പറഞ്ഞതാണ്. പക്ഷേ നമ്മളിവിടെ വന്നപ്പോഴത്തേനും അവർ പ്ലേറ്റ് മാറ്റി, ഞങ്ങളെ കൊണ്ടുപോകില്ലെന്നായി. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാതെ റിട്ടേൺ തിരിച്ചു പോവുകയാണ് കേട്ടോ. സോ നിങ്ങൾ തലനാറിലേക്കൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ എന്ത് കാര്യമാണെങ്കിലും അത് കറക്റ്റ് കൺഫേം ചെയ്തിട്ട് മാത്രമേ വരാവുള്ളൂ. ഓൾറെഡി ഞങ്ങൾ കഴിഞ്ഞ തവണത്തെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടാണ് ഈ തവണ ഞങ്ങൾക്ക് അത് മസ്റ്റായിട്ട് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേനും അവർ വാക്ക് മാറ്റി. ഇപ്പോൾ വാൽപ്പാറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മരങ്ങൾ പൂത്തു നിൽക്കുന്നതാണ് കേട്ടോ. പോകുന്ന വഴിയെല്ലാം തന്നെ നമുക്ക് കാണാം. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. വാൽപ്പാറയിൽ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും ഞങ്ങളിപ്പോൾ പോയ തലനാർ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് കുരങ്ങുമുടിയിലേക്കാണ് കേട്ടോ. ഇവിടെയൊക്കെ തേയിലത്തോട്ടങ്ങളാണ് കൂടുതലും കാണാനുള്ളത്. പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനിമൽസിനെ കാണാനായിട്ട് സാധിക്കുകയും. പിന്നെ പോകാൻ പറ്റുന്ന റൂട്ട് സിർക്കന്തരയാണ്. ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മലക്കപ്പാറയിൽ നിന്ന് മെയിൻ റോഡ് വഴിയാണ് വാൽപ്പാറയിലേക്ക് വന്നതെങ്കിലും വാൽപ്പാറ സിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു റൂട്ട് വഴി നേരെ തിരിച്ച് മലക്കപ്പാറയിലേക്ക് പോകാനായിട്ട് പറ്റും. നമ്മൾ മലക്കപ്പാറയിൽ നിന്ന് ഷോളയാറിലേക്ക് കയറി വരുന്ന വഴി ചെറിയൊരു ചെക്ക് പോസ്റ്റ് കാണാം മലക്കപ്പാറ സിറ്റിയൊക്കെ കഴിയുമ്പോഴത്തേന്. അത് നേരെ അകത്തേക്കൊരു വഴിയാണ് കാണുന്നത്. ആ റൂട്ട് വഴി നമുക്ക് കയറിയും പോകാം, ഇറങ്ങിയും വരാം. ചില സമയത്ത് അവർ കയറ്റി കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ വാൽപ്പാറ സിറ്റിയിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ട് നമുക്ക് ആ റൂട്ട് വഴി തിരിച്ചിറങ്ങി പോരാവേ. അപ്പോൾ അത് ആ റൂട്ടിൽ കൂടെയാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. അത് അപാര ഭംഗിയുള്ള റൂട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈവനിങ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ആനിമൽ സൈറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോവാണ്. ഏകദേശം 1 മണിയോടെയാണ് നമ്മൾ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറിയത്. പക്ഷേ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞു കേട്ടോ. അതുപോലെ ബ്ലോക്കായിരുന്നു. ഇഷ്ടംപോലെ വണ്ടി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോരാനുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ചില വണ്ടികളൊക്കെ മണ്ണിൽ താന്നു. അങ്ങനെ ഇവിടെ മൊത്തം ബ്ലോക്കായിരുന്നേ. റോഡ് കയറുന്നേ, അവരിങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടേ. അടുത്ത കട പറഞ്ഞേ കുട്ടിയാണ് പോകുന്നു. പുറകെ വാല ആനയുണ്ട് കേട്ടോ.
ഓടിച്ചു വിടുക കേട്ടോ. ഞാൻ ആനുണ്ടോ നോക്കാൻ പോകും. അവിടെ ഇതിലെയാണ് കേട്ടോ ആന കയറിപ്പോയത്. കുറേ എണ്ണം ഉണ്ടായിരുന്നു. അവരെല്ലാം തിരിച്ചു കേട്ടോ ആന കണ്ടു. ഇത് ആനത്താഴി കേട്ടോ. അതെ, ഇതിലെ കയറി പോയിട്ടുണ്ട് ആന. നിൽക്കുന്നത് കണ്ടോ, അവിടെ നിൽപ്പുണ്ടേ. കയറി പോയി. ഇവിടെ നിൽപ്പുണ്ട്. നല്ല കലിപ്പിലോട്ടോ. ആ ഓണടിക്കാടാ. ഈ കഴിഞ്ഞ ഞായറാഴ്ച വാൽപ്പാറയിലേക്ക് പോയ ആളുകൾക്കറിയാം അന്നത്തെ ആ ഒരു ബ്ലോക്കും ബുദ്ധിമുട്ടുമൊക്കെ. നിങ്ങൾ ആരെങ്കിലും വന്ന് വാൽപ്പാറ റൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു? എന്നാണേലും ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി അപ്പോഴത്തേനും നല്ല രീതിയിൽ മഴയും തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഈസ് വാണ്ടർലെസ് ടീം സൈനിങ് ഓഫ്.